നീണ്ട 49 വർഷങ്ങൾ മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചുമുള്ള യാത്ര. നർമ്മത്തിന്റെ മേമ്പൊടിയോടെ അവതരിപ്പിച്ച് മലയാളി ഹൃദയങ്ങളിൽ ഇടം പിടിച്ച കലാകാരൻ, നടൻ, കഥാകൃത്ത്, സംവിധായകൻ എന്നിങ്ങനെ കൈവച്ചതെല്ലാം പൊന്നാക്കിയ ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ മലയാളി ഹൃദയങ്ങളിൽ ഒരു ഉണങ്ങാത്ത മുറിവ് തന്നെ അവശേഷിപ്പിക്കും. മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു എന്ന ചിത്രത്തിലെ MA ധവാൻ, ചിദംബരത്തിലെ മുനിയാണ്ടി, നാടോടിക്കാറ്റിലെ കുറ്റാന്വേഷകനായ വിജയൻ, മുൻമുട്ടയിടുന്ന താറാവിലെ സ്വർണ്ണപ്പണിക്കാരൻ, പാവം പാവം രാജകുമാരനിലെ പാരലൽ കോളേജ് അധ്യാപകൻ, വടക്കുനോക്കിയന്ത്രത്തിലെ തളത്തിൽ ദിനേശൻ, തേന്മാവിൻ കൊമ്പത്തിലെ മാണിക്കൻ, ഉദയനാണ് താരത്തിലെ സരോജ് കുമാർ. ഈ കഥാപാത്രങ്ങളൊക്കെയും ഇനി മലയാളി ഹൃദയങ്ങളിൽ തന്നെ ജീവിക്കും. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ഞാൻ പോളിടെക്നിക് പഠിച്ചതാ, യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട തുടങ്ങി നിരവധി ഡയലോഗുകൾ ഇന്നും നമ്മളൊക്കെ ഉപയോഗിക്കാറുണ്ട്. 1977 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. 1984 ഓടരുതമ്മാവ ആളറിയാമെന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെയാണ് ശ്രീനിവാസൻ തിരക്കഥാരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. വടക്കുനോക്കിയന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമളയും ശ്രീനിവാസന്റെ തിരക്കഥയിൽ വിരിഞ്ഞ മികച്ച ചിത്രങ്ങളാണ്. ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത വടക്കുനോക്കിയന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ ചിത്രങ്ങൾക്ക് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു. പൂച്ചയ്ക്കൊരു മൂക്കുത്തിയാണ് ആദ്യ തിരക്കഥ. ശ്രീനിവാസൻ പ്രിയദർശൻ കൂട്ടുകെട്ട് മലയാളത്തിൽ ഒട്ടേറെ മികച്ച സിനിമകൾ സമ്മാനിച്ചു. സത്യനന്ദിക്കാട്, പ്രിയദർശൻ, കമൽ എന്നിവരുമായി ചേർന്നാണ് അദ്ദേഹം ഏറെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ പുറത്തിറക്കിയത്. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ 2018 ഡിസംബറിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശനാണ് ശ്രീനിവാസൻ ഏറ്റവും ഒടുവിൽ തിരക്കഥ എഴുതിയ ചിത്രം. കലാകാരന്മാർക്ക് മരണമില്ലെങ്കിലും മലയാള സിനിമയിൽ ഇനി ഉണ്ടാവാൻ പോകുന്നൊരു വിടവ് അത് എന്നും അങ്ങനെ തന്നെ നിലനിൽക്കും. പുതിയ തലമുറയ്ക്കും ആസ്വദിക്കാനും ചിന്തിക്കാനും ചിരിപ്പിക്കാനുമുള്ള ഒരു കൂട്ടം സിനിമകൾ അത് എന്നും മലയാള സിനിമയുടെ ശ്രീനിയുടെ പേരിലുണ്ടാകും.